ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഫ്രോക്കിൻ്റെ ഒക്കെ അടിയിലുള്ള ഈ റോൾ ഹെമ്മിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഫൂട്ടാണ്, റോൾ ഹെമ്മിങ്ങിൻ്റെ ഫൂട്ടാണ് വേണ്ടത്. എനിക്കിത് ഈ മെഷീൻ്റെ കൂടെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, അതേപോലെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. വേണ്ടവർ അങ്ങനെ വാങ്ങിച്ചാൽ മതി. എനിക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടിയതായിരുന്നു ഇത്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു മെഷീനുള്ളവർക്കൊക്കെ ഏകദേശം അറിയുന്നുണ്ടായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ഈ ഒരു സംഭവം അങ്ങ് നീക്കി കൊടുത്താൽ ഈ ഫൂട്ട് ഇങ്ങോട്ട് താഴേക്ക് പോകും. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ റോൾ ഹെമ്മിങ്ങിൻ്റെ ഫൂട്ട് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെ കറക്റ്റ് വെക്കണം. അതുപോലെ അവിടെ വെച്ചിട്ട് മേലിൽ ഒരു സാധനം താത്തി കൊടുക്കാനുണ്ട്. അത് ഈ മെഷീനുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യുക. അതുപോലെ താത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫിക്സായി നിൽക്കും. ഇനി നമുക്കിതാ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമുക്കിതാ വിഡ്ത്ത് 5 തന്നെ വെച്ചെടുക്കാം. അത് എല്ലാത്തിനും 5 തന്നെയാണ്, അപ്പോൾ അത് 5 വെച്ച് കൊടുക്കാം. പിന്നെ ലെങ്ത്ത് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലിടാം. ഞാനിപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. പിന്നെ സെലക്ടർ നമുക്ക് C വേണം, അപ്പോൾ അത് C ആക്കി കൊടുക്കാം. അപ്പോൾ വിഡ്ത്ത് വന്നിട്ട് 5, ലെങ്ത്ത് 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെലക്ടർ C. ഓക്കെ, പിന്നെ ഇത് 3 ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കിതുപോലെയൊക്കെ പറഞ്ഞു തരാൻ അറിയുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലാവുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ സംഭവം താത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിടിച്ച് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ഇങ്ങനെ പിടിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ റോളായി വരില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ച് കൊടുത്താൽ മതി, ഒരു പണിയുമില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റോൾ ഹെമ്മിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രോക്കിനായാലും സ്കേർട്ടിനൊക്കെ ആയാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബേബീസിൻ്റെ ഫ്രോക്ക് സ്കേർട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ റോൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഇതുപോലെ റോൾ ഹെമ്മിങ് ഒക്കെ ചെയ്യുമ്പോൾ നൂല് പൊട്ടുന്നതായിട്ട് കാണാം. അങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് മാറ്റി കൊടുത്തു നോക്കിയാൽ മതി. ഏതിലാണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നത് അതിലിട്ടിട്ട് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പൊട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചില മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ളതായിരിക്കും, ചിലത് കട്ടിയില്ലാത്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്താൽ ആ ഒരു പ്രശ്നം അവിടെ പോവും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിയുള്ള ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് അവിടെ റോൾ ഹെമ്മിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ നൂല് പൊട്ടി പോകുന്ന പ്രശ്നമൊന്നും ആ ഭാഗത്തും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങളിത് കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ റോൾ ഹെമ്മിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.